ഗസ മുനമ്പിൽ ശാശ്വതമായ വെടിനിർത്തലിലേക്ക് നയിക്കുന്ന നിർദ്ദേശത്തിന് ഇസ്രായേൽ സമ്മതിച്ചതായി യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. വെള്ളിയാഴ്ച വൈറ്റ് ഹൗസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ സമഗ്രമായ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി ബൈഡൻ പറഞ്ഞു. ഗസയിലും റഫയിലും തുടരുന്ന ആക്രമണത്തിൽ ലോകം മുഴുവൻ പ്രതിഷേധവും സമ്മർദ്ദങ്ങളും വിമർശനങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് പിന്നോക്കം പോകാൻ തീരുമാനിക്കുന്നത്. ഇത് ശാശ്വതമായ വെടിനിർത്തലിലേക്കുള്ള വഴിയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വെടിനിർത്തൽ നിർദ്ദേശത്തിൽ 3 ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു. അതിൽ ആദ്യത്തേത് 6 ആഴ്ച നീണ്ടു നിൽക്കുമെന്നും സമ്പൂർണവുമായ വെടിനിർത്തലും ഗസയിലെ എല്ലാ ജനവാസ മേഖലകളിൽ നിന്നും ഇസ്രായേൽ സേനയെ പിൻവലിക്കുന്നതും ഉൾപ്പെടുന്നുവെന്ന് ബൈഡൻ പറഞ്ഞു. വെടിനിർത്തൽ കരാറിന്റെ കരട് രൂപം ഹമാസിന് ഖത്തർ കൈമാറിയതായും ബൈഡൻ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ഇസ്രായേലിലെ 100 കണക്കിന് ഫലസ്തീൻ തടവുകാരെ സൈന്യം മോചിപ്പിക്കും. പകരം സ്ത്രീകളും പ്രായമായവരും പരിക്കേറ്റവരും ഉൾപ്പെട്ട ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണം. ഗസയിലുടനീളമുള്ള ഫലസ്തീൻ പൗരന്മാർക്ക് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങാം. നിത്യവും സഹായ വസ്തുക്കളുമായി 600 ട്രക്കുകൾ ഗസയിലേക്ക് കടത്തിവിടും. അന്താരാഷ്ട്ര സമൂഹം അയച്ച ലക്ഷക്കണക്കിന് താൽക്കാലിക ഭവന യൂണിറ്റുകൾ ഗസയിൽ സ്ഥാപിക്കും. ആദ്യഘട്ടവേളയിൽ ഇരുപക്ഷവും തമ്മിൽ ചർച്ച വിജയിച്ചാൽ തുടർഘട്ടങ്ങളിലേക്ക് നീങ്ങും. സ്ഥിരമായ വെടിനിർത്തൽ, ഗസ മുനമ്പിൽ നിന്ന് അധിനിവേശ സേനയെ പിൻവലിക്കുക, പുനർനിർമ്മാണം, തടവുകാരുടെ കൈമാറ്റം എന്നിവയ്ക്കുള്ള ബൈഡന്റെ ആഹ്വാനത്തെയും സ്വാഗതം ചെയ്യുന്നതായി ഹമാസ് പറഞ്ഞു. 2ാം ഘട്ടത്തിൽ പുരുഷന്മാരായ സൈനികർ ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാ ബന്ദികളുടെയും മോചനവും ഗസയിൽ നിന്ന് ഇസ്രായേൽ സേനയുടെ പൂർണ്ണ പിൻവാങ്ങലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3ാം ഘട്ടത്തിൽ ഗസയിലെ എല്ലാ ഇസ്രായേൽ ബന്ദികളുടെയും മൃതദേഹങ്ങൾ തിരികെ നൽകും. യുഎസിന്റെയും അന്തർദേശീയ ഏജൻസികളുടെയും സഹായത്തോടെ വീടുകളും സ്കൂളുകളും ആശുപത്രികളും പുനർനിർമ്മിക്കുന്നതിനുള്ള ഗസ പുനർനിർമ്മാണ പദ്ധതിയും ഇതോടെ ആരംഭിക്കും. യുദ്ധം നിർത്താനുള്ള ഏറ്റവും മികച്ച നിർദ്ദേശമാണിതെന്നും ഇരുപക്ഷവും ഇത് അംഗീകരിക്കണമെന്നും ബൈഡൻ നിർദ്ദേശിച്ചു. യൂറോപ്യൻ യൂണിയനും വിവിധ രാജ്യങ്ങളും പുതിയ വെടിനിർത്തൽ നിർദ്ദേശം സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഉല്ലാസം വാനോളം വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പറശ്ശിനിക്കടവ്, കണ്ണൂർ.